ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കഥയാണ്. കൊല്ലം നഗരം ഉറക്കമുണർന്നത് ആ കാലത്ത് ഒരു ക്ലോക്ക് ടവറിന്റെ മണിനാദം കേട്ടുകൊണ്ടായിരുന്നു. ആ കാലത്തെ ഫാക്ടറി തൊഴിലാളികൾ ജോലിക്ക് പോകാനുള്ള സമയമറിഞ്ഞതും തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന യാത്രക്കാർ ട്രെയിനിന്റെ സമയമറിഞ്ഞതും ഒരു ടവർ ക്ലോക്കിന്റെ സഹായത്തോടെയായിരുന്നു. വാച്ചുകൾ ആഡംബരമായിരുന്ന ആ കാലത്ത് സാധാരണക്കാർക്കിടയിൽ അത്രമേൽ പ്രിയപ്പെട്ടതായി തീർന്ന ഒരു ടവർ ക്ലോക്കിന്റെ കഥ പറയാം. പാതയോരം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചാനലിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങൾക്കത് പ്രിയപ്പെട്ടതാവും. ഏവർക്കും പാതയോരത്തിന്റെ ഒരു പുതിയ നല്ല നിറമുള്ള കാഴ്ചയിലേക്ക് സ്വാഗതം. കൊല്ലം ജംഗ്ഷനിൽ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് കൊല്ലം നഗരത്തിന്റെ ഹൃദയ ഭാഗമായ ചിന്നക്കടയിലാണ് ഈ ക്ലോക്ക് ടവർ നിലനിൽക്കുന്നത്. കൊല്ലം മുനിസിപ്പാലിറ്റി ആയിരുന്ന കാലത്ത് ചെയർമാനായിരുന്ന KG പരമേശ്വരൻ പിള്ളയോടുള്ള ആദര സൂചകമായി നാട്ടുകാർ 1944 നിർമ്മിച്ചതാണ് ചതുരാകൃതിയിലുള്ള ഈ ക്ലോക്ക് ടവർ. ് 1941 നിർമ്മാണം ആരംഭിച്ച ഈ ഗോപുരം 1944 ആയപ്പോഴേക്കും നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിച്ചു. തിരുവിതാംകൂറിലെ ആദ്യകാല ക്ലോക്ക് ടവറുകളിൽ ഒന്നായ ഇതിന്റെ നിർമ്മാണത്തിന് ചുടുകട്ടകളും വൈറ്റ് സിമെന്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മണിമേട എന്ന് സ്നേഹപൂർവ്വം നാട്ടുകാർ വിളിക്കുന്ന ഈ ക്ലോക്ക് ടവറിന് നഗരത്തിന്റെ ഓരോ ദിശയിലും അഭിമുഖമായി കൊൽക്കത്തയിൽ നിന്നും ഇറക്കുമതി ചെയ്ത 4 ക്ലോക്കുകളുണ്ട്. കേരളത്തിലെവിടെയും ക്ലോക്ക് ടവറുകൾ ഇല്ലാതിരുന്നതിനാൽ ആളുകൾക്ക് വലിയ കൗതുകമായിരുന്നു ഇത്. മറ്റു സ്ഥലങ്ങളിൽ നിന്നും അന്ന് ടവർ കാണാനായി ആളുകൾ കൊല്ലത്തെത്തിയിരുന്നു. ചിന്നക്കട കൊല്ലം നഗരത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നപ്പോൾ ക്ലോക്ക് ടവറിനോട് ചേർന്ന് അന്ന് ധാരാളം പുസ്തക കടകൾ ഉണ്ടായിരുന്നു. ആളുകൾ ഒത്തുകൂടുന്ന സാംസ്കാരിക കേന്ദ്രമായിരുന്നു അന്ന് ടവറിന്റെ പരിസരം. മികച്ച പ്രവർത്തനങ്ങളുടെ പേരിൽ രാജ്യസേവാ നിരത എന്ന് CP രാമസ്വാമി അയ്യർ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ശ്രീ പരമേശ്വരൻ പിള്ള. അദ്ദേഹത്തിന്റെ പേരിൽ നഗരത്തിന്റെ അന്തസ്സുയർത്തി നിൽക്കുന്ന ഈ മണിമേട നഗര നിവാസികൾക്കും അഭിമാന സ്തംഭമാണ്. 1932 മുതൽ 1948 വരെ 16 വർഷക്കാലം കൊല്ലം മുനിസിപ്പൽ ചെയർമാനായിരുന്നു ശ്രീ KG പരമേശ്വരൻ പിള്ള. കാലപ്പഴക്കത്താൽ ടവറിന്റെ സൂചികളുടെ പ്രവർത്തനം നിലച്ചെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തി ശരിയാക്കിയിരുന്നു. ആദ്യകാലത്ത് കീ കൊടുത്ത് ഓടിക്കൊണ്ടിരുന്ന ക്ലോക്ക് പിന്നീട് വൈദ്യുതീകരിച്ചിട്ടുണ്ടത്രേ. ചിന്നക്കട എന്ന വാക്കിന് ചെറിയ മാർക്കറ്റ് അല്ലെങ്കിൽ ചെറിയ ചന്ത എന്നാണ് അർത്ഥം. കൊല്ലം ജില്ലയിലെ തമിഴ് വംശജരുടെ സ്വാധീനം കൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊരു സ്ഥലപ്പേര് വന്നത് എന്നൊരു വാദമുണ്ട്. എന്നാൽ ഈ പേരിന് പിന്നിൽ കൊല്ലത്തിന് ഒരു കാലത്തുണ്ടായിരുന്ന ചൈന ബന്ധവും പറയുന്നുണ്ട്. ചീനക്കട ലോപിച്ചിട്ടാണ് ചിന്നക്കട ആയതത്രേ. ക്ലോക്ക് ടവറിലെ ക്ലോക്കുകളിലെ സമയ സൂചികയായ അക്കങ്ങൾ മാഞ്ഞുപോയിട്ടുണ്ട്. ഭംഗി കൂട്ടുന്നതിന്റെ ഭാഗമായി നടത്തിയ പെയിന്റിംഗിൽ അക്കങ്ങൾ നഷ്ടപ്പെട്ടതാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കൊല്ലം നഗരത്തിന്റെ വളർച്ചയും ജനങ്ങളുടെ ജീവിതങ്ങളും സ്വപ്നങ്ങളും കണ്ടും കേട്ടും തലയുയർത്തി നിൽക്കുന്ന ക്ലോക്ക് ടവറിന്റെ സൗന്ദര്യത്തിന് മാറ്റ് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. പാതയോരത്തിന്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു യാത്രയിൽ നിറമുള്ള കാഴ്ചകളിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാവുമെന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം വിടവാങ്ങും.